നമ്മളിന്ന് നോക്കാൻ പോകുന്നത് സൈലൻഷ്യോ എന്ന് പറയുന്ന ഒരു ആപ്ലിക്കേഷനാണ്. ഈ ആപ്ലിക്കേഷൻ്റെ ലിങ്ക് നമ്മുടെ ചാനലിൽ തന്നെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ കൊടുത്തിട്ടുണ്ടാവും. അത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു പേജിലേക്ക് നമ്മൾ വരും. അപ്പോൾ ഇതിനു മുമ്പ് ഈ ആപ്ലിക്കേഷനിലുള്ള നമുക്ക് കിട്ടുന്ന കോയിൻ്റെ വാല്യൂ എത്രയാണെന്ന് ഞാൻ കാണിച്ചു തരാം. ഈ കറൻസിയുടെ വാല്യൂ ഒരു സൈലൻഷ്യോക്ക് 0.0137 ഇന്ത്യൻ റുപ്പീസാണ്. 2 കോയിന് 0.13, അതായത് 13 പൈസ. 100 കോയിന് 1 രൂപ. 1000 കോയിനായാൽ 13 രൂപ. 10,000 കോയിനായാൽ 137 രൂപ. 1,00,000 കോയിനായാൽ 1378 രൂപയാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് സൈലൻഷ്യോയുടെ വാല്യൂ വരുന്നത്. നമുക്ക് ഈ കോയിൻ ഫ്രീ ആയിട്ട് കളക്ട് ചെയ്യാൻ പറ്റും. അതിൻ്റെ പ്രോസസ്സ് എങ്ങനെയാണെന്ന് കാണിച്ചു തരാൻ പോകുന്നത്. കമ്മ്യൂണിറ്റി പോസ്റ്റിലുള്ള ലിങ്ക് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ ഒരു പേജിലേക്ക് നമ്മൾ വരും. അപ്പോൾ ഈ സമയത്ത് ഐ കൺഫേം എന്ന ഈ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ഇമെയിൽ അക്കൗണ്ട് ഏതാണെന്നുള്ളത് ചൂസ് ചെയ്യാം. ഇത് ചൂസ് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് ചെയ്യുന്ന വർക്ക് എന്താണെന്ന് വെച്ചാൽ ഈ പ്ലസ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണം. എന്നിട്ട് സ്ട്രീറ്റ് മെഷർമെന്റ് എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് ഈ ഒരു ബട്ടൺ ഓൺ ആക്കി കൊടുക്കുക. ഷെയർ ഡാറ്റ വിത്ത് അസ് ആൻഡ് ഗെറ്റ് റുപ്പീസ് എന്നുള്ള ഒരു ബട്ടൺ. ഇതേപോലെ നമ്മുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള നോയ്സ് മാത്രം ഇങ്ങനെ റെക്കോർഡ് ആവും. 30 മിനിറ്റ് ആണ് മാക്സിമം റെക്കോർഡിങ്. നമുക്ക് റെക്കോർഡിങ് എപ്പോൾ ആണെങ്കിലും നിർത്താവുന്നതാണ്. നിർത്താനായിട്ട് ഈ ഒരു ബട്ടൺ ഇങ്ങനെ പ്രസ് ചെയ്ത് ഇങ്ങനെ പിടിച്ച് കഴിയുമ്പോൾ നമ്മൾ ആക്റ്റീവ് മെഷർമെന്റ് എത്രയാണെന്ന് കാണിക്കും, എത്ര കോയിൻസ് കിട്ടിയെന്നൊക്കെ കാണിക്കും. ഇത് കണ്ടിന്യൂ ക്ലിക്ക് ചെയ്യാം. നമുക്ക് വേണമെങ്കിൽ അഡ്വർടൈസ്മെന്റ് കണ്ടുകൊണ്ട് ഇത് മൾട്ടിപ്ലൈ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്, അല്ലെങ്കിൽ ക്ലെയിം വിത്തൗട്ട് വാച്ചിങ് ആയിട്ട് കൊടുക്കാം. ഓക്കെ, ഇനി ഇതിൽ നമുക്ക് എയർ ഡ്രോപ്പ് ആയിട്ട് കിട്ടുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഈ കോയിൻസ് ഇതേപോലെ ഒരു ഡീപ്പ് ഇൻ ലക്ക് റാഫിൽ, അത് നമ്മുടെ ഈ ഒരു പ്രൊഫൈൽ ഐക്കണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതേപോലെ കാണാൻ പറ്റും. ഓക്കെ, ഇവിടെ ഈ ഒരു ഡീപ്പ് ഇൻ ലക്ക് റാഫിൽ എഴുതിയേക്കുന്ന ഈ ഒരു ഭാഗത്താണ് നമ്മുടെ റാഫിൽ ടിക്കറ്റ്. അതായത് ഇതൊരു എയർ ഡ്രോപ്പ് മാസമായിട്ട് നമുക്ക് കിട്ടും ഈ റാഫിൽ ടിക്കറ്റ് വഴിയാണ്. മാക്സിമം റാഫിൽ ടിക്കറ്റ്സ് നമ്മൾ എന്ത് ചെയ്യണം, ശേഖരിക്കാൻ നോക്കണം. ഓക്കെ, അതിനുവേണ്ടി ഡെയിലി മെഷർമെന്റ് ചെയ്യുക, സ്ട്രീക്സ് മെയിൻറ്റെയിൻ ചെയ്യുക. എനിക്ക് നെക്സ്റ്റ് റാഫിൽ ടിക്കറ്റിൽ 9207 ടിക്കറ്റ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഈ ഒരു പ്രൈസ് ഡ്രോയിലാണ് കിട്ടുന്നത്. ഇതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. റാഫിൽ ടിക്കറ്റ് ഓപ്പൺ ആയതിനു ശേഷം നമുക്ക് ഇതേപോലെ ഒരു ഭാഗമായിരിക്കും കാണാൻ പോകുന്നത്. അവിടെ ക്ലെയിം യുവർ റാഫിൽ റിവാർഡ്സ് എന്ന് ക്ലിക്ക് ചെയ്യാം. അങ്ങനെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ നമ്മളടുത്ത് കൺട്രി സെലക്ട് ചെയ്യാൻ പറയും. അത് നമ്മൾ ഇന്ത്യ എന്ന് സെലക്ട് ചെയ്യുക. ഏതാ കൺട്രി എന്ന് വെച്ചാൽ സെലക്ട് ചെയ്യുക. എന്നിട്ട് ഐ കൺഫേം കൊടുക്കുക. ഇതേപോലെ ബോക്സുകൾ ഉണ്ടാവും. ഈ ബോക്സ് എല്ലാം ഓപ്പൺ ചെയ്യുമ്പോൾ ഇതേപോലെ നമുക്ക് കോയിൻസ് കിട്ടും. ഓക്കെ, കോയിൻസ് എല്ലാം കളക്ട് ചെയ്തതിന് ശേഷം, എല്ലാ ബോക്സിൽ നിന്നും കളക്ട് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഈ കോയിൻസ് സ്റ്റേക്ക് ചെയ്യാം. അങ്ങനെ സ്റ്റേക്ക് ചെയ്യുമ്പോൾ നമുക്ക് ബോണസ് ലഭിക്കും. ബോണസ് ലഭിക്കുമ്പോൾ അടുത്ത റാഫിൽ ടിക്കറ്റ്സ് നമുക്ക് കൂടുതൽ കിട്ടും ബോണസ് ആയിട്ട്. അതെങ്ങനെയാണ് ഞാനിപ്പോൾ കാണിച്ചത്. ഇത് ഈ ഒരു ഭാഗത്താണ് 16 days റിമൈനിങ് അൺടിൽ നെക്സ്റ്റ് റാഫിൽ. അടുത്ത റാഫിൽ ടിക്കറ്റിന് ഇനിയൊരു, അതായത് അടുത്ത ഒരു പ്രൈസ് ഡ്രോയിന് ഇനി ഒരു 16 ദിവസം കൂടി ഉള്ളതാണ്. ഓക്കെ, നമ്മൾ ഈ ഫൈൻഡ് ഔട്ട് മോർ കൊടുത്തതിന് നമുക്ക് അറിയാൻ പറ്റും ഇതേപോലുള്ള ബോക്സുകളൊക്കെയാണ് നമുക്ക് കിട്ടുന്നത്. നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ സ്റ്റേക്ക് എന്നുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ താഴത്തോളം OG ബോണസ് 5% ഇൻക്രീസ് ആയിട്ട് എനിക്ക് 82 ദിവസത്തേക്ക്, ഞാനൊരു 90 സംതിങ് ദിവസത്തേക്ക് എന്താ സ്റ്റേക്ക് ചെയ്ത്, എനിക്ക് കറക്റ്റ് അത് ഞാൻ ഓർക്കുന്നില്ല. അപ്പോൾ അത് സ്റ്റേക്ക് ചെയ്യണ അനുസരിച്ച് നമുക്ക് OG ബോണസ് ഉണ്ടാവും. പിന്നെ കറണ്ട് ബോണസ് ഇവിടെ കാണിക്കും. അപ്പോൾ ഈ OG ബോണസ് 5%, 20%, 30% ഒക്കെ കിട്ടും. ഇപ്പോൾ കറണ്ട് OG ബോണസ് 37.5% കിട്ടിയിട്ടുണ്ട്. കാരണം നമുക്ക് ഈ ലഭിക്കുന്ന ഇപ്പോൾ ഒരു 50,000 കോയിൻ കിട്ടിക്കഴിഞ്ഞാൽ 25,000 കോയിൻ, പകുതി കോയിനോളം അൺലോക്ക് ആവും. പകുതി കോയിൻ നമ്മൾ ഇവിടെ സ്റ്റേക്ക് ചെയ്യണമായിരിക്കും നമുക്ക് നല്ലത്. അപ്പോൾ ഇത് നമുക്ക് കറക്റ്റായിട്ട് യൂസ് ചെയ്യാനാണെങ്കിൽ നല്ല രീതിയിലൊരു പോക്കറ്റ് മണി എന്ന രീതിയിൽ മേ ബി ഒരു മാസത്തിൽ ചിലപ്പോൾ 1000-ഓ അതിൽ കൂടുതലോ 5,000-ഓ 10,000 രൂപയോ വരെ ഉണ്ടാക്കാൻ കഴിയും. കോയിൻ്റെ വില അനുസരിച്ചാണ്. ഈ കോയിൻ്റെ ഫിക്സഡ് പ്രൈസ് അല്ല, ആ വാല്യൂ മാറിക്കൊണ്ടിരിക്കും. ഓക്കെ, കറണ്ട്ലി ഉള്ള പ്രൈസാണ് ഞാൻ കാണിച്ചു തന്നത്. 0.00134 സംതിങ് റുപ്പീസാണ് ഇപ്പോൾ ഇന്ത്യൻ വാല്യൂ ഉള്ളത്. ഈ കോയിൻ്റെ കാര്യങ്ങളൊക്കെ ക്ലിക്കായി കഴിഞ്ഞാൽ ഒരു കോയിന് 1 രൂപയോ 10 രൂപയോ 80 രൂപയോ 100 രൂപയോ 10,000 രൂപയോ വരെയൊക്കെ ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. സോ ഇത് ഫ്രീ ആയിട്ട് കിട്ടുന്നതാണ്. എല്ലാവരും മൈൻഡ് ചെയ്യുക. ഡെയിലി ഒരു 30 മിനിറ്റ് എങ്കിലും ഈ സംഭവം ഇതേപോലെ ഡാറ്റ വോയിസ് റെക്കോർഡ് ചെയ്യുക. അപ്പോൾ നമ്മൾ ചെയ്യണമെന്ന് വെച്ചാൽ ഒരിക്കലും ട്രാവൽ ചെയ്തുകൊണ്ട് ഇത് ഉപയോഗിക്കരുത്. നടക്കുമ്പോഴോ ഒരു സ്ഥലത്ത് ഇരിക്കുമ്പോഴോ മാത്രമേ നമുക്ക് ഉപയോഗിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ താനെ ആപ്ലിക്കേഷൻ ക്ലോസ് ആയി പോകും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.
ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. താങ്ക് യു.